നമ്മുടെ ഇന്ത്യയിൽ 2 to 3% വരുന്ന ആളുകൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എന്താ വരിക? 2 to 3% വരുന്ന ആളുകൾ മാത്രമേ ഇന്ത്യയിലുള്ള ബിസിനസ്സുകാരാണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഇവരൊക്കെ പണം ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ പണം സേവ് ചെയ്ത് വെക്കാനോ താല്പര്യപ്പെടുന്നുള്ളൂ എന്നാണോ? വേറെ കണക്കൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ 90% വരുന്ന ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാനും പണം ഗ്രോ ചെയ്യാനും ആഗ്രഹിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡെപ്റ്റ്, ഇതിനൊക്കെ മേലെ എന്തുകൊണ്ടാണ് ആളുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രിഫർ ചെയ്യുന്നത്? ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പോലും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് സാധിക്കില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതായത് ഇന്ത്യയിൽ 6 to 7% ഒക്കെയാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. അപ്പോൾ 6 to 7% മിനിമം നമുക്ക് റിട്ടേൺ കിട്ടിയാൽ മാത്രമേ, ഒരു കൊല്ലത്തിൽ റിട്ടേൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ ഒരു 3 to 4% അല്ലെങ്കിൽ ഒരു മാക്സിമം 5% ഒക്കെ മാത്രമേ ഫിക്സഡ് ഡെപ്പോസിറ്റിന് റിട്ടേൺ കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണോ ആളുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രിഫർ ചെയ്യുന്നത്? 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. അത് പഠിക്കണമെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിലും നമുക്ക് ഒരുപാട് സമയം വേണം. അതിന് പല ആളുകൾക്കും സമയമില്ല. അതാണ് ഒന്നാമത്തെ കാരണം. അത് അറിയാതെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പണം നമ്മൾ ലൂസ് ചെയ്യാനും നമ്മൾ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ആളുകൾ പണം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണ്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. SIP-യിലൂടെ പണം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ പണം ഗ്രോ ആകും എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് എന്തോന്നാന്ന് ചോദിച്ചാൽ റിസ്ക് എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എല്ലാം നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും ഒന്നും വരാത്തത്. FD കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ശരിയാണ്, കുറച്ചൊക്കെ പണം നമുക്ക് കുറവാണ്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ കഴിയില്ല, എന്നിരുന്നാലും നമ്മളെ പണം അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ FD പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ 2 പ്രശ്നത്തിനും, അതായത് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് അല്ല, അല്ലെങ്കിൽ അത് റിസ്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള നമ്മളൊരു ചിന്തയും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാനുമുള്ള സമയം നമുക്കില്ല. ഇത് ഏത് സ്റ്റോക്കാണ് മേലേക്ക് പോകുന്നത്, ഏതാണ് താഴേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇത് പഠിക്കാൻ നമുക്ക് താല്പര്യവുമില്ല, എങ്കിലും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഈ 2 കാറ്റഗറി ഓഫ് ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്മോൾ കേസിനെ കുറിച്ചാണ്. സ്മോൾ കേസ് എന്താണ്, ആരൊക്കെ സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആരാണ് സ്മോൾ കേസ് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു സ്മോൾ കേസിൽ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു നല്ല സ്മോൾ കേസ് ചൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ കേസ് ഉണ്ട്. എല്ലാ കാലത്തും, അതായത് ഈവൻ ആ കൊറോണയുടെ സമയത്ത് എല്ലാ സ്റ്റോക്കും എല്ലാ വാല്യൂസും ഒക്കെ താഴെ പോയിരുന്നില്ലേ, ആ സമയത്ത് പോലും നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡും കൂടെ, അതൊരു സ്മോൾ കേസും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോയുടെ അവസാനം. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇത് ഞാൻ ഒരുപാട് റിസർച്ചിലൂടെയും അതുപോലെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ദിസ് ഇസ് മീ നൈസാം. വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഡൈവ് ഇൻ. നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ഇൻഫോസ്, TCS ഇതുപോലത്തെ കമ്പനികളുടെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് അത് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളൊരു കമ്പനിയുടെ, ഇതേപോലെ ഇൻഫോസ്, TCS പോലത്തെ കമ്പനിയുടെ സ്റ്റോക്ക് എടുത്തിട്ട് അത് ഷോർട്ട് ടേമിലേക്കാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിന് ട്രേഡിംഗ് എന്നാണ് പറയുക നമുക്കറിയാം. ഇതാണ് നമ്മുടെ ബേസിക്സ് അല്ലേ. ഇതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ വന്നു, അതായത് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്മോൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയോ ഒരു തീമിനെയോ ഒരു സെക്ടറിനെയോ ഒക്കെ ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്ക്, അതായത് IT എന്നൊരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്ക് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ ഗ്രീൻ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കിനെ നമ്മൾ എടുക്കും. അങ്ങനെ കുറേ സ്റ്റോക്കുകളെ ഒരു ബഞ്ചാക്കി, ഒരു കൂട്ടമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് സ്മോൾ കേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം അല്ലേ. അതായത് IT സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഫോസ്, TCS, വിപ്രോ ഇതുപോലുള്ള കുറച്ച് കമ്പനീസ് എടുത്തിട്ട് അതിനൊരു ബെഞ്ചാക്കി മാറ്റിയിട്ട് ആ ബെഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു സ്മോൾ കേസ് തന്നെയാണ്. പക്ഷേ ഏത് ഐഡിയ ആണ്, ഏത് തീമാണ്, ഏത് സെക്ടറിലാണ്, ഏത് കമ്പനിയാണ് ശരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, ഇനി മുകളിലേക്ക് ഉയരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അത് നമ്മൾ ആർജിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ഇതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, ഒരുപാട് കാലം പഠിച്ചുകൊണ്ടിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ അത് പഠിച്ചിട്ടുള്ള, അത് അറിയുന്ന ആളുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കൂട്ടം ഓഫ് സ്റ്റോക്കിലേക്ക്, അല്ലെങ്കിൽ ബഞ്ച് ഓഫ് സ്റ്റോക്കിലേക്ക് നമ്മളെ പണം ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്മോൾ കേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ലൈറ്റായിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ പണം ഒരു പൂളാക്കി മാറ്റിക്കൊണ്ട് ആ പൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുക. പക്ഷേ
ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമ്മളെ പണം എത്രയാണോ ആ പണം കൊണ്ട് നമ്മൾ സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഏത് സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, ഏതാണ് ബൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ ബ്രോക്കർ അക്കൗണ്ടിൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവർ നമുക്ക് ഇന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇന്ന സ്റ്റോക്ക് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബഞ്ചാക്കി മാറ്റിയിട്ട് നമുക്ക് ആ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് തരും. അതിൻ്റെ ഡാറ്റ, അതായത് 5 കൊല്ലത്തെ 6 കൊല്ലത്തെ കഴിഞ്ഞിട്ടുള്ള ഡാറ്റ നമുക്ക് കാണാനും പറ്റും. എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ആ ഒരു പെർട്ടിക്കുലർ സ്മോൾ കേസ് നമുക്ക് തന്നിട്ടുള്ളതെന്നും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റ നോക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്മോൾ കേസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെ നമുക്ക് സ്മോൾ കേസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് smallcase.com എന്ന് പറയുന്നിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൽ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സിറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ ഗ്രോ ഇതുപോലത്തുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ തീർച്ചയായിട്ടും നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇതിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിൽ. അങ്ങനെ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഇൻഡ് മണി അല്ലെങ്കിൽ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഗ്രോ ഉപയോഗിച്ചിട്ട് ഗ്രോയുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്മോൾ കേസിൽ ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്ത് നമ്മൾ എത്തിയാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇക്വിറ്റി ആൻഡ് ഗോൾഡ്, ഓൾ വെതർ ഇൻവെസ്റ്റിംഗ്. ഞാൻ ആദ്യം പറഞ്ഞ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസ്കവർ എന്ന സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡിസ്കവർ എന്ന സെക്ഷനിൽ ഓൾ സ്മോൾ കേസ് എന്ന സെക്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്മോൾ കേസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനും സാധിക്കും. ഫിൽട്ടർ സെക്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫ്രീ ആക്സസ് അതുപോലെ തന്നെ ഫീ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ഉണ്ട്. അതായത് ചില സ്മോൾ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫീ കൊടുക്കേണ്ടി വരും, ചിലതിൽ ഫ്രീ ആയിരിക്കും. ഒരു 20% പ്ലസ് റിട്ടേൺ തരുന്ന സ്മോൾ കേസാണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊരു ഫീ ബേസ്ഡ് ആവാനും സാധ്യത. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രീ ബേസ്ഡ് ആണ്, ഫ്രീ ആക്സസ് ആണ് നമുക്കുള്ളത്. ഈ ഒരു ഫിൽറ്ററിലൂടെ നമുക്ക് വേണ്ട സ്മോൾ കേസ് നമുക്ക് ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പണമൊന്നും സ്മോൾ കേസിന് കൊടുക്കാൻ വിചാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആക്സസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 5000 രൂപയുടെ താഴെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒരു അണ്ടർ 5000 എന്ന് കൊടുക്കുക. എന്നിട്ട് വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് വോളറ്റിലിറ്റി. അതുപോലെ തന്നെ മീഡിയവും ഹൈയും. ഹൈ വോളറ്റിലിറ്റി ഉള്ളത്, ഹൈ റിസ്ക് ഉള്ളതാണ്, മീഡിയം റിസ്ക്, ലോ റിസ്ക്, അങ്ങനെ 3 തരം. ഇപ്പോൾ നമ്മൾ ലോ റിസ്ക് എന്ന് സെലക്ട് ചെയ്തു. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടെ ഇൻക്ലൂഡ് ന്യൂ സ്മോൾ കേസ് എന്നുണ്ട്, അത് നമ്മൾ തൽക്കാലം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല, അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത സമയത്ത് നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും അപ്പ് ആണെങ്കിലും ഒക്കെ ഒരേ രീതിയിലുള്ള റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്മോൾ കേസ് ആണ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് ഭാഗത്ത് വന്നാൽ ഇത് ലോ വോളറ്റിലിറ്റി ആണെന്ന് കാണാം. അതായത് നമുക്ക് കൂടുതൽ റിസ്ക് ഒന്നുമില്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ 5 ഇയർ കേഗർ എന്ന് 11.04% എന്ന് പറയുന്നുണ്ട്. 5 ഇയർ കേഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തിലും ഓരോ വർഷവും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 11%ൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം 11% കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ കൊല്ലം 11% കിട്ടിയിട്ടുണ്ട്. അതാണ് 5 ഇയർ കേഗർ എന്ന് പറയുന്നത്. 11% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ലൈവ് പെർഫോമൻസ് വേഴ്സസ് ഇക്വിറ്റി ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇക്വിറ്റി ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ കമ്പനീസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ കമ്പനീസിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഗ്രാഫും അതേപോലെ നമ്മുടെ ഈ ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു ഗ്രാഫും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ യെല്ലോ കാണിക്കുന്നത് നമ്മുടെ ഇക്വിറ്റി ലാർജ് ക്യാപ്പാണ്. അപ്പോൾ ഈ 2020 കഴിഞ്ഞുള്ള സമയത്ത്, ഇപ്പോൾ കൊറോണ കഴിഞ്ഞ് വന്നതിന് ശേഷം, കൊറോണ കഴിഞ്ഞ ആ സമയത്ത് നന്നായിട്ട് ഇത് താഴേക്ക് പോയിട്ടുണ്ട്. ഈ യെല്ലോ ലൈൻ, അതായത് ഇക്വിറ്റി ലാർജ് ക്യാപ്പിൻ്റെ ഗ്രാഫ്. ആ സമയത്ത് നമ്മൾ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ഒരു കുറഞ്ഞ ലെവലിൽ മാത്രമേ താഴേക്ക് പോയിട്ട് 2019 മുതൽ നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു റിട്ടേൺ നമുക്കിത് തരുന്നുണ്ട്. മാർക്കറ്റിൻ്റെ വ്യതിയാനം അങ്ങനെ ഇതിനെ പെട്ടെന്ന് പിടിച്ച് കുലുക്കുന്നില്ല എന്ന് മനസ്സിലാവും. മാർക്കറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫണ്ടുകൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരണം. എന്തുകൊണ്ട് ഇത് മാറ്റം വന്നില്ല എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിന് ഉത്തരം പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ETF ആൻഡ് വെയ്റ്റ്സ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും 52.8% മാത്രമാണ്. ബാക്കിയുള്ള 19% ഡെപ്റ്റിലും അതുപോലെ തന്നെ 28.9% ഗോൾഡിലുമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഒരു പെർസെൻറ്റേജ് കൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോഴൊന്നും ഈ ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങിന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4959 രൂപ മന്ത്ലി ഇൻവെസ്റ്റിംഗ് ആണ് ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഓൾമോസ്റ്റ് 5000 രൂപ തന്നെയാണ്
ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻവെസ്റ്റ് നൗ എന്നൊരു ബട്ടൺ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഗ്രോ ആപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് നമ്മളെ ബ്രോക്കർ എന്നിലേക്കോ കണക്ട് ആയിക്കൊണ്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് SIP ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ലംസം ആയിക്കൊണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു മെത്തേഡാണിത്. ഇനി വേറൊരു സ്മോൾ കേസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രീ ആക്സസ് ആണ് കൊടുത്തത്, ഇവിടെ ഒരു ഫീ ബേസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു അണ്ടർ 25,000 റുപ്പീസാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. മീഡിയം വോളറ്റൈൽ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇതിൽ ഒരുപാട് സ്മോൾ കേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഇയർ CAGR നോക്കുകയാണെങ്കിൽ 30%, 24%, 21% ഇങ്ങനെയുള്ള റിട്ടേൺ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ റിട്ടേണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അണ്ടർ 50,000 കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ഇയർ CAGR 51%, 50% ഒക്കെ നമുക്ക് റിട്ടേൺ തരുന്ന സ്മോൾ കേസസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ആരാ മാനേജ് ചെയ്യണത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങിൻ്റെ അകത്ത് പോയാൽ വിൻമിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഇത് മാനേജ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിൻമിൽ ക്യാപിറ്റൽസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാനേജേഴ്സിൻ്റെ സെക്ഷനിൽ പോയാൽ വിൻമിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 സ്മോൾ കേസ് മാനേജ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. അതാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്മോൾ കേസ് മാനേജ് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലെടുത്തുകൊണ്ട് നോക്കാം. ഇതാരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നും അതുപോലെ എത്ര കേസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനും സാധിക്കും. ഇനി നമുക്ക് ടോപ്പ് 100 സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ കേസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 14.43% ആണ് തരുന്നത്. ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. 1553 രൂപ മാത്രമാണ് നമുക്ക് മിനിമം മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രാഫായിട്ട്, അതായത് ലാർജ് ക്യാപ്പിൻ്റെ ഗ്രാഫായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇത് കാണണമെങ്കിൽ നമുക്ക് ETFs ആൻഡ് വെയ്സിൽ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ ഇക്വിറ്റിയിലാണ് ഇതെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്മോൾ കേസുകൾ ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ ഇക്വിറ്റി ആൻഡ് ഗോൾഡ്, അതായത് ഗോൾഡിലും ഇക്വിറ്റിയിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മിനിമം എമൗണ്ട് വെറും 318 രൂപയാണ്. 15.75% ആണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ തരുന്നത്. ഇനി ഒരിക്കൽ നമ്മളിത് പർച്ചേസ് ചെയ്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർഡ്യൂ, രണ്ടാമത്തെ കാര്യം റീബാലൻസിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങൾക്ക് ഒരു 5000 രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 5000 രൂപ ഓരോ മന്ത് ആകുമ്പോഴും നമ്മുടെ സ്മോൾ കേസിൻ്റെ ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ പണം പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്രോ അപ്പ് സ്റ്റോക്ക് പോലുള്ള നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ അക്കൗണ്ടിൽ ഏതൊക്കെ കമ്പനിയിലേക്കാണ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത് മാനുവലി പോയിട്ട് നമ്മൾ ഒരിക്കലും ഈ നേരത്തെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് ക്യാൻസൽ ചെയ്യരുത്. ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോകേണ്ട ഒരു സ്റ്റോക്ക് എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വിൽക്കുക ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ടൈമിൽ മാനേജ് ചെയ്യാനുള്ള ആളുകൾ അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ ആവുക നമ്മൾ പണം താഴേക്ക് പോകണ്ടെന്ന് വിചാരിക്കുക ചെയ്യേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീബാലൻസിങ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് ക്രാഷായി, ഒരു കമ്പനി ക്രാഷായി പെട്ടെന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഇത് മാനേജ് ചെയ്യുന്ന ടീം തന്നെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിൻമിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലേ അതുപോലത്തെ ടീം തന്നെ ഇതിന് ഡിസൈഡ് ചെയ്തുകൊണ്ട് ഇത് ഏതാണ് വിൽക്കേണ്ടത് ഏതാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് നമ്മുടെ സ്മോൾ കേസിൻ്റെ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. അതനുസരിച്ച് നമ്മൾ അതിനുള്ള പെർമിഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർമിഷൻ കൊടുക്കുന്നതോടുകൂടി അത് ഏതാണ് വാങ്ങേണ്ടത് ഏതാണ് വിൽക്കേണ്ടതെന്നൊക്കെ അവർ തീരുമാനിച്ച് അത് അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. ഇത് നമുക്ക് നേരെ നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇന്നതൊക്കെ വിറ്റിട്ടുണ്ട് ഇന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനോ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവയെല്ലാം ചെയ്യും. ചിലപ്പോൾ ചില സ്മോൾ കേസിൽ ഒരു ഫീ കൊടുക്കേണ്ടി വരും, ചിലത് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഫിക്സഡ് അക്കൗണ്ടിൽ ഗ്രോ ആവും എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന പൈസകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് പോലുള്ള ഇൻവെസ്റ്റിങ്ങിൽ ഇട്ടാൽ ഇത് റിസ്ക്കും കുറവാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ തക്കത്തോണം ഒരു റിട്ടേണും നമുക്ക് കിട്ടും. നല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസ്ക് എടുത്തുകൊണ്ട് 70%, 50% ഒക്കെ തരുന്ന ഒരുപാട് അതിനേക്കാളും മേലേക്ക് തരുന്ന സ്മോൾ കേസസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിൽട്ടർ ചെയ്ത് കണ്ടെത്തി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഗ്യാരണ്ടി ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ
പ്രഡിക്റ്റബിൾ റിട്ടേൺ നമുക്ക് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ സ്മോൾ കേസിലും ഒക്കെ ലഭിക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെ സ്മോൾ കേസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സ്മോൾ കേസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സ്മോൾ കേസ് ചൂസ് ചെയ്തത് എന്നുകൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു ബിഗിനർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുപോലെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു ബിഗിനർ ഗൈഡ്, ഒരു കംപ്ലീറ്റ് ബിഗിനർ ഗൈഡ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മേലെ കൊടുക്കും. സോ അത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അതുപോലെ തന്നെ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ക്ലിക്ക് ദ ഡിസ്ലൈക്ക് ബട്ടൺ. കൺസിഡർ സബ്സ്ക്രൈബിംഗ്. Thank you for watching. See you in the next video. Signing off.